നമസ്തേ. കഥകളതിസാഗരത്തിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ പാക്കനാരുടെ കഥകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓർക്കുന്നില്ലേ? പറയിപ്പറ്റു പന്തിരുകുലത്തിലെ ഒരു കുലത്തിൻ്റെ നാഥനാണ് പാക്കനാർ. പാക്കനാരുടെ ഭാര്യയാണ് പാർവതി. പാർവതി എന്ന് വിളിക്കും. പറക്കള്ളിയാണ് കേട്ടോ. എന്ന് വെച്ചാൽ പറയ സമുദായത്തിൽ ജനിച്ച ഒരു സ്ത്രീരത്നമാണ് പാർവതി. അതുപോലെ പാക്കനാർ പറയ സമുദായത്തിലാണ് വളർന്നത്. അച്ഛൻ വരരുചിയാണ്, വളരെ പാണ്ഡിത്യമുള്ളൊരു മഹാബ്രാഹ്മണൻ. അമ്മ പഞ്ചമിയാണെങ്കിലും ജനിച്ചത് പറയക്കുടിലാണെങ്കിലും വിധിയുടെ വികൃതി കൊണ്ട് ചെന്ന് പെട്ടതൊരു ബ്രാഹ്മണ കുടുംബത്തിലാണ്. ബ്രാഹ്മണ രീതി അനുസരിച്ച് വളർന്ന പെൺകുട്ടിയാണ് പഞ്ചമി. ആ പഞ്ചമിയെ വരരുചി വിവാഹം ചെയ്തു. ഉണ്ടായ മക്കളെയെല്ലാം വയകീറിയിട്ടുണ്ടോ? ഉണ്ട്. എങ്കിൽ ഇര കൊടുത്തോളും, വായകീറിയവൻ ഇര കൊടുത്തോളും എന്ന് പറഞ്ഞ് പ്രസവിച്ചിടത്ത് തന്നെ ഉപേക്ഷിച്ചു പോയ ദമ്പതിമാരാണ് വരരുചിയും പഞ്ചമിയും. ഭർത്താവ് പറയുന്നതിൽ വിട്ട് മറ്റൊരു ചിന്ത പോലും ഇല്ലാത്ത ആളാണ് പഞ്ചമി. അങ്ങനെ പതിവ്രതാരത്നമായ പഞ്ചമി 11 മക്കളെയും ഉപേക്ഷിച്ചു. വയകീറിയിട്ടുണ്ട്, അവിടെ കിടത്തിക്കോളൂ, ഇര കൊടുത്തോളും ദൈവം എന്നും പറഞ്ഞ് ഉപേക്ഷിച്ചു. ഈ 11 പേരും കഴിഞ്ഞ് 12ാമത്തെ കുട്ടിയെ ഗർഭമായപ്പോഴേ തീരുമാനിച്ചു, ഈ കുട്ടിയെ ഞാൻ കൊടുക്കില്ല, ഈ ഒരു കുഞ്ഞിനെയെങ്കിലും ഞാൻ വളർത്തും എന്ന് ദൃഢനിശ്ചയമൊക്കെ എടുത്ത് അങ്ങനെ പഞ്ചമി പ്രസവിച്ചു. ആദ്യം പതിവ് പോലെ വന്നു വരരുചിയുടെ തൻ്റെ ആര്യപുത്രൻ്റെ ചോദ്യം, വായ കീറിയിട്ടുണ്ടോ കുഞ്ഞിനെ, വായ കീറിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടപ്പോൾ പഞ്ചമി വളരെ ധൈര്യപൂർവ്വം തയ്യാറെടുത്ത് ഉശിരോടെ പറഞ്ഞു, ഇല്ല. വായ കീറിയിട്ടില്ലേ? ഇല്ലന്നേ എന്നങ്ങോട്ട് പറഞ്ഞു. അപ്പം തന്നെ കുഞ്ഞിൻ്റെ വായ അങ്ങോട്ട് കീറിയ വായ അങ്ങ് മൂടിപ്പോയി. ആ കുഞ്ഞിനെ കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ പ്രസവിച്ചപ്പോൾ കുഞ്ഞ് കരഞ്ഞതും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ കരച്ചിലൊന്നും കേൾക്കില്ല. പിന്നെ പഞ്ചമി നോക്കിയപ്പോൾ വായയില്ല. കുഞ്ഞിൻ്റെ വായ കീറിയ വായ ഞങ്ങൾ കൂട്ടി യോജിച്ചു. ഉടൻ തന്നെ വിഷമായി. ഉണ്ടായ സത്യമൊക്കെ വരരുചിയോട് പറഞ്ഞു, മാപ്പ് പറഞ്ഞു. കുട്ടി ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ, നമ്മളെങ്ങോട്ട് തരൂ എന്ന് പറഞ്ഞ് മേടിച്ചു. ഇവിടെ എന്താ പറയണ്ടേ, കടമ്പഴിപ്പുറത്തിനടുത്ത് ഒരു കുന്നിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് കയറിപ്പോയി. അവിടെ അങ്ങോട്ട് ഒരു പാറപ്പുറത്ത് കൊണ്ട് കിടത്തി. അതാണ് വായില്ല കുന്നിലപ്പൻ. അദ്ദേഹം മഹാദേവൻ്റെ ഒരു അംശാവതാരം കേട്ടോ. അവിടെ ഒരു മഹാദേവ ക്ഷേത്രമുണ്ട്. അവിടുത്തെ ഉപദേവനായിട്ട് ഇന്നും വായില്ല കുന്നിലപ്പൻ വരരുചി പഞ്ചമിമാരുടെ പുത്രൻ അങ്ങനെ വിരാജിക്കുകയാണ്. ആ കുലത്തിൽ തന്നെ മറ്റ് 11 പേരിൽ ഒരു കുട്ടി വളർന്നു വന്നത് പറയ സമുദായത്തിലാണ്. പാക്കനാരുടെ ജോലി, അവരുടെ ആ സമുദായത്തിൻ്റെ ജോലി എന്താ വെച്ചാൽ വനത്തിൽ നിന്ന് മുള ശേഖരിച്ച് അളികളാക്കി കൊട്ടയും മുറവും വട്ടിയും ഒക്കെ നെയ്ത് സമുദായത്തിൽ അത് ആവശ്യമുള്ളവർക്ക് വീടാന്തരം കൊണ്ടു ചെന്ന് വിറ്റ് ആ പണം കൊണ്ട് ഉപജീവന മാർഗം നേടുക. പിന്നെ വേറൊരു ജോലിയും കൂടി ഉണ്ട് കേട്ടോ. പറയ സമുദായത്തിൽപ്പെട്ടവരാണ് ചത്തുപോയ ജീവികളെ, എന്നുവെച്ചാൽ പശു, ആട്, എരുമ അങ്ങനെയൊക്കെ മൃഗങ്ങൾ ചത്തുപോയാൽ അവയെ വന്ന് തൂക്കിപ്പിടിച്ച് കൊണ്ടുപോകും. എന്നിട്ട് വിജനമായ സ്ഥലത്ത് കൊണ്ടുവന്ന് വച്ചിട്ട് അതിൻ്റെ തൊലി പൊളിച്ച് കീറി ഉണക്കിയെടുത്ത തുകൽ കൊണ്ട് പല ഉപകരണങ്ങൾ, ചില വാദ്യോപകരണങ്ങൾ, ഇപ്പോൾ വയലിനും അങ്ങനെ ഇങ്ങനെയൊക്കെ പൊതിഞ്ഞ് കെട്ടാനും ഇതിന് ചെണ്ടയുടെ ചെണ്ട കൊട്ടണതിൻ്റെ ആ അതൊക്കെ മൃഗങ്ങളുടെ പല വിധത്തിൽ ശുദ്ധി ചെയ്തിട്ടുണ്ടാക്കുന്ന ഉപകരണങ്ങളാണ്. സംഗീതോപകരണങ്ങൾ ഉണ്ടാക്കാനാണ് ഈ തുകൽ, ഈ മൃഗങ്ങളുടെ തൊലിയാണ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ കമ്പിയും ഇതൊക്കെ വേണം കേട്ടോ വേറെ. അങ്ങനെ ആ ഒരു ജോലി ഇവർക്കുണ്ട്. അപ്പം സാധാരണയായിട്ട് ഈ പറയന്മാരെ അന്വേഷിക്കാം, മൃഗങ്ങൾ ചത്ത എടുത്തുകൊണ്ട് പോകാൻ ഇവരെ അന്വേഷിക്കും. അവർ വന്ന് കാല് രണ്ടും കൂട്ടി കാവിൻ്റെ ഒരു തലയ്ക്ക്, മറ്റേ കൈ രണ്ടും കൂട്ടി കാലിൻ്റെ ഒരു തലയ്ക്ക്, കാവുമ്മ 2 പേര് കൂടി ചുമന്നിട്ട്, വലിയ മൃഗങ്ങളൊക്കെ ആവില്ലേ, പശുവും ആടും എരുമയൊക്കെ, അതുങ്ങളെയൊക്കെ പിടിച്ച് കായന്മാരെയൊക്കെ കൊണ്ടുപോകും. അങ്ങനൊരു രീതി നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്നു. ഈ കൊണ്ടുപോകും. ചിലർ പറയുന്നുണ്ട് അവർക്ക് ആ മാംസം അവർ ഭക്ഷിക്കുന്നൊക്കെയാണ് പറയണത്, തൊലിയൊക്കെ ഉണക്കി ഉപകരണങ്ങൾക്കൊക്കെ ആയിട്ട്. എന്തുവാകട്ടെ,
അപ്പോൾ ഈ പാക്കനാർ ആ സമുദായത്തിലാണ് വളർന്നത്. പറയ സമുദായത്തിൽ വളർന്നാലും പാക്കനാർ ഒരു സിദ്ധനായിരുന്നു. അദ്ദേഹത്തിന് ചില പ്രത്യേക കഴിവുകളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ സിദ്ധൻ എന്ന് പറയുന്നത്. ഒരു ദിവസം പാക്കനാർ മൂത്ത ജ്യേഷ്ഠനായ അഗ്നിഗോത്രിയുടെ വീട്ടിലാണല്ലോ എല്ലാവരും ശ്രദ്ധ കൂട്ടുന്നതിന് ചേരുക. അപ്പം കാരക്കലമ്മ വരാറില്ല. കാരക്കലമ്മ ആ ഒരു സ്ത്രീയാണല്ലോ, പിന്നെ അങ്ങനെ പുറത്തു പോവാറില്ല. അവിടെയൊക്കെ മനസ്സിലുള്ള ഒരു ശ്രദ്ധ കൂട്ടേ പതിവുള്ളൂ. ഒരു ഗ്രഹത്തിൽ തന്നെ കാരക്കലമ്മയും വളരുന്നുണ്ട്. പിന്നെ വായില്ല കുന്നിലപ്പം പോവില്ല. എന്താ വായില്ല കുന്നിലപ്പം പോവാത്തതിൻ്റെ കാര്യം? വായില്ല, പിന്നെ എങ്ങനെ വല്ലതും കഴിക്കണമെന്ന്. അതുകൊണ്ട് ശ്രാദ്ധത്തിന് പോകാറില്ല. ബാക്കിയുള്ള മറ്റ് 10 പേരും ഒരുമിച്ച് മൂത്ത പുത്രനായ അഗ്നിഗോത്രിയുടെ ഇല്ലത്ത് വളരെ പ്രതാപത്തിൽ ജീവിക്കുന്ന ഒരാളാട്ടോ അഗ്നിഗോത്രി. യാഗങ്ങൾ ചെയ്തിട്ട് അദ്ദേഹത്തിന് ആർജിച്ചെടുത്ത പേരാണ് അഗ്നിഗോത്രി എന്ന്. കടമ്പന മനയ്ക്കൽ, മലപ്പുറം ജില്ലയിൽ ഇപ്പോഴും മനയ്ക്കൽ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഭാരതപ്പുഴയുടെ തീരത്ത് തന്നെ ഒരു സ്ഥലത്ത്. ഈ പറഞ്ഞ സ്ഥലങ്ങളും ആൾക്കാരും ഒക്കെ ആ പരിസരത്തിലൊക്കെ തന്നെയാണ്. ആയിരമംഗലം മല നാറാണത്ത് തമ്പുരാൻ്റെ ഒരു ഇളയതിൻ്റെ മണത്തിൽ വളർന്ന ആളാണ് നാറാണത്ത്. അങ്ങനെ ഒരു തവണ ഈ ശ്രാദ്ധത്തിന് എല്ലാവരും ഒത്തുകൂടും അഗ്നിഗോത്രിയുടെ. അപ്പോൾ ആ അഗ്നിഗോത്രിയുടെ അന്തർജനം ഉണ്ടല്ലോ, നങ്ങേലി അന്തർജനം. ആത്രമ്മയ്ക്ക് അത്ര ഇഷ്ടമൊന്നുമല്ല ഈ അനിയന്മാർ വരണതും തൻ്റെ ആര്യപുത്രനായ അഗ്നിഗോത്രി മറ്റുള്ളവരുമായിട്ടൊക്കെ ഇങ്ങനെ മിങ്കിൾ ചെയ്യണതും അനിയന്മാരെയൊക്കെ കൂടെ കൊണ്ടു നടക്കണതും ചേർത്ത് പിടിക്കണതൊന്നും നങ്ങേരി ആത്രമ്മയ്ക്ക് അത്ര ഇഷ്ടമല്ല. പക്ഷേ മറുത്ത് പറയാൻ പറ്റുമോ? ഇദ്ദേഹത്തിന് ദേഷ്യം വരില്ലേ, ശുണ്ടി വരില്ലേ എന്നൊക്കെ ഒച്ചങ്ങട്ട സഹിച്ച് കൂട്ടും. അടിലൊരിക്കൽ മതിയിലോ അത് എന്നും കരുതി. അപ്പോൾ അവരൊക്കെ വരുമ്പോൾ അനിയന്മാർ വരുമ്പോണ്ടല്ലോ അഗ്നിഗോത്രിയുടെ ഭവനത്തിലേക്ക് അച്ഛൻ്റെ ശ്രാദ്ധ കൂട്ടാൻ അമ്മയുടെ ശ്രാദ്ധ കൂട്ടാൻ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുവരും. ചിലർ തൈര് ആവശ്യമുണ്ട്. ശ്രാദ്ധാദിക്ക് തൈര്, പാല് കറന്ന് കാച്ചി ഉറൊഴിച്ചൊരു കുടം തൈരും കൊണ്ടാവും വരിക ചിലർ അവിടെ മെഴുക്ക് പുരട്ടിക്ക് ഉണ്ടാക്കുന്ന കായും ചേനയും അത് കൊണ്ടുവരും. ചിലർ പുളിശ്ശേരിക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ കൊണ്ടുവരും. ശ്രാദ്ധാദികൾക്ക് ആവശ്യമായിട്ടുള്ള എള്ള് കാര്യങ്ങളൊക്കെ അത് വേറെ കൊണ്ടുവരും. ഉപസ്തരിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും ഒരു നെയ്യിൻ്റെ ഉപസ്തരണം എന്ന് പറഞ്ഞാൽ നെയ്യ്, ഉരുക്ക് നെയ്യ്, അതാണ്. അതിൻ്റെ ഒരു സാന്നിധ്യം വേണം. ഒരു ചെറിയ വാഴയുടെ ഇല കീറൊരു പാത്രത്തിൽ ഉരുക്കിയ നെയ്യിലിടും. അതുകൊണ്ട് ഒന്നങ്ങനെ തൊടിയിക്കും. അതാണ് ഉപസ്തരിക്കൽ. പിന്നെ ഇഞ്ചി തൈര് മസ്റ്റാണ് ശ്രാദ്ധത്തിന്. അപ്പം ചിലർ ഇഞ്ചിയാവും കൊണ്ടുവരിക. നല്ല അസൽ ഇഞ്ചി തൻ്റെ കുടുംബത്തിൽ നട്ട് വളർത്തിയിട്ടുള്ള ഇഞ്ചി കൊണ്ടുവരും. പിന്നീട് വേറെ ചിലർ ശ്രാദ്ധാദിക്ക് ആവശ്യമായ ദർഭപ്പുല്ല്, ആറ്റുതീരത്തുള്ള ദർഭപ്പുല്ല് വെട്ടി ഉണക്കിയെടുത്ത് അത് കൊണ്ടുവരും. ഈ വക കാര്യങ്ങൾ ശ്രാദ്ധാദിക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള നെല്ല് കൃഷി ചെയ്തുണ്ടാക്കുന്നവർ നെല്ല് നേരത്തെ കൊണ്ടുവന്ന് എത്തിക്കുക, അങ്ങനെയൊക്കെ പതിവുണ്ട്. അപ്പോൾ ഈ പാക്കനാർ തനിക്കാകുന്ന വിധത്തിൽ എന്തെങ്കിലും ഇതിനാവശ്യത്തിന് കൊട്ടയും പെട്ടിയും കാര്യങ്ങളൊക്കെ ആണെന്ന് വെച്ചാൽ തൻ്റെ വകയായിട്ട് അതും കൊണ്ടു കൊടുക്കും, മുറമൊക്കെ അങ്ങനെയൊക്കെ പതിവുണ്ട്. ഭക്ഷണ സാധനങ്ങളായിട്ടാണ് ഒരുപാട് പേര് കൊണ്ടുവരും. പാക്കനാർ എന്തെങ്കിലും കൊണ്ടുവരാറുണ്ട്. പക്ഷേ പാക്കനാരുടെ ഭക്ഷണം മറ്റുള്ളവർക്ക് കഴിക്കാൻ പറ്റില്ല. അഗ്നിഹോത്രത്തിൽ അങ്ങനെയുള്ള തിരിവുകളൊന്നുമില്ല. ശ്രാദ്ധാദിക്ക് വരുന്ന 10 പേർക്ക് ഒരേ ഭക്ഷണമാണ്. അങ്ങനെ വന്ന് അപ്പോൾ ഒരു തവണ ശ്രാദ്ധത്തിന് വന്നപ്പോൾ ഭക്ഷണാദി സാധനങ്ങൾ ഒന്നും തന്നെ കൊണ്ടുവരാനായിട്ട് പാക്കനാർക്ക് പറ്റിയില്ല. പാക്കനാർ ഇവിടെ വന്നിടം കൊണ്ട് ഇങ്ങനെ അപ്പോൾ എന്താ വെച്ചാൽ അവരവർ കൊണ്ടുവരുന്നത് പാകം ചെയ്ത് ഭക്ഷണമായി പാകം ചെയ്തതിന് ശേഷം പാചകം നടത്തിയതിന് ശേഷം എല്ലാവർക്കും വിളമ്പും. അങ്ങനെയാണ് ഒരു രീതി. ഇത്തവണ പാക്കനാർ അവിടെ ശ്രാദ്ധത്തിന് അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഓർത്തത്, അയ്യോ ഞാനിപ്പോൾ ഒന്നും കൊണ്ടുവന്നില്ലല്ലോ, ഇനിയിപ്പോൾ എന്താ വേണ്ടേ എന്നിങ്ങനെ വിചാരിച്ചിരിക്കുമ്പോൾ അതുവരെയൊക്കെ അന്ന് കാലത്ത് വരെയൊക്കെ പശുക്കൾക്ക് സാധാരണ അകിട്ടിൽ പാൽ ചുരക്കുന്നത് അകിട്ടിലാണല്ലോ. അകിട്ടിൽ 5 മുലകൾ പതിവുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പം 4 നമ്മൾ കാണുന്നുള്ളൂ. 5 മുലകളുണ്ടായിരുന്നു. പാക്കനാരെ ഒട്ടും പഠിച്ചില്ല. മൃഗങ്ങളുമായിട്ടൊക്കെ നിത്യ സഹവാസം നടത്തുന്നതല്ലേ, ചത്താലുമൊക്കെ കൈകാര്യം ചെയ്യുന്ന പാക്കനാരല്ലേ. പാക്കനാർ വേഗം ചെന്ന് തൊഴുത്തിൽ ചെന്നിട്ട് ഒരു പശുവിൻ്റെ ഒരു മുല കറക്റ്റ് നുള്ളിഞ്ഞെടുത്തു. നുള്ളിയെടുത്തു.
മുല്ല എടുത്തിട്ട് ഒരു വാഴയുടെ ഇലയിലായിട്ട് മനയ്ക്ക മറ്റുള്ളവരൊക്കെ ഇപ്പം കായം ചേനയും ഇതൊക്കെ കൊണ്ടുവന്ന് പച്ചക്കണടുത്ത് ഇലക്കഷ്ണത്തിൽ ഇതും കൊണ്ട് വെച്ചു. ഉടൻ തന്നെ നങ്ങേലി അന്തർജനം വന്നിട്ട് പാചകത്തിനുള്ള സാധനങ്ങൾ കൊണ്ടുവന്ന് വെച്ചേക്കണതൊക്കെ എടുത്തുകൊണ്ട് പോയി. കായക്കൊല പോയി, അകത്തേക്ക് ചേന പോയി, തേങ്ങ പോയി, തൈരും കൂടെ അങ്ങനെ തന്നെ പോയി, ഇഞ്ചി കൊണ്ടുപോയി, എള്ളു കൊണ്ടുപോയി. ഇങ്ങനെയൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ഒരേ ഇല കഷ്ടത്തിൽ ഏതാണ്ട് ഇരിക്കുന്നുണ്ട്. ഇതിൻ്റെ അരിവത്ത് ഇതിങ്ങനെ എന്താണെന്ന് മനസ്സിലായില്ല. ഇതെന്താണാവോ? അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ഇലയിലെടുത്തിട്ട് ഈ സാധനം ഇങ്ങനെ കയ്യെ പിടിച്ചിട്ട് തിരിച്ചു മറിച്ചൊക്കെ നോക്കിയപ്പോൾ അതിൻ്റെ മനസ്സിലായി നങ്ങേലി അന്തർജനത്തിന്. ഇത് ഏതാണ്ട് ഒരു ഭാഗത്തുനിന്ന് ഇതിരിച്ച ചോര അങ്ങനെ കിനുത്ത് നിൽക്കണ പോലെ. ഇതെന്തത് എനിക്ക് മനസ്സിലായില്ലല്ലോ. ഇത് മാംസം ഏതാണ്ടാണോ? അഗ്നിഹോത്രിയുടെ ഇല്ലത്ത് ശ്രാദ്ധം കിട്ടുന്നതിന് മാംസം? ഇതൊന്നും ഇവിടെ വയ്ക്കാൻ പറ്റില്ല എന്ന് കരുതി കൊട്ടത്തു മുറ്റത്തേക്ക് വലിച്ചൊരൊറ്റ എറാറ് ചെന്ന് വീണത് തുളസി തറയ്ക്കപ്പുറം മുറ്റങ്ങോട്ട് കടന്ന അതിരിൻ്റെ തൊട്ടടുത്ത് ഒരു ചെറിയ തൈമാവ് നിൽക്കുന്നുണ്ടായിരുന്നു. ആ തൈമാവിൻ്റെ ചോട്ടിൽ അതവിടെ കിടന്നു. ബാക്കിയുള്ളതൊക്കെ വിഭവങ്ങളുണ്ടാക്കി ശ്രാദ്ധം കൂട്ടി ഊണ് കഴിക്കാനായിട്ട് എല്ലാവരും ഇരുന്നു. ജ്യേഷ്ഠാനുജന്മാർ 10 പേരും നിരന്നിരുന്നു. ഇലയൊക്കെ വാട്ടി കൊണ്ടുവന്നു. ശ്രാദ്ധം ഉണ്ണുമ്പോൾ അങ്ങനെയാണല്ലോ, ഇല വാട്ടിയിട്ടാണ് വയ്ക്കുക. ഇലയൊക്കെ നിവർത്തി അതിലേക്ക് ഓരോ കൂട്ടമായിട്ട് അങ്ങനെ വിളമ്പാനൊക്കെ തുടങ്ങി ഒന്ന് നോക്കി. അപ്പോൾ അഗ്നിഹോത്രിക്ക് മനസ്സിലായി ഈ തൈര് കൊണ്ടുവന്നത് നാറാണത്ത് കൊണ്ടുവന്നതാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ന സാധനം ഓരോരുത്തർ കൊണ്ടുവന്നതൊക്കെ തിരിച്ചറിയാൻ പറ്റി. അങ്ങനെ കഴിഞ്ഞപ്പോൾ ഇതിൽ നോക്കിയപ്പോൾ പറഞ്ഞു. അപ്പോൾ ഉടനെ ചോദിച്ചു, അപ്പോൾ നങ്ങേലി ഇപ്പോൾ ഒരു കാര്യമാണ്, പാക്കനാർ കൊണ്ടുവന്ന ആ ഇലക്കഷ്ണത്തിൽ എന്തോ അവിടെ കൊണ്ടുവച്ചേക്കണ കണ്ടു, അതുകൊണ്ടുണ്ടാക്കിയ വിഭവം എവിടെ എന്ന് ചോദിച്ചു. അപ്പം അന്തർജനം എന്ത് പറഞ്ഞു? അതിവിടെ എടുക്കാൻ പറ്റണ ഒരു സാധനമായിട്ട് എനിക്ക് തോന്നിയില്ല. അതെന്ത് സാധനം? പാക്കനാരെ അതെന്താതാവോ അങ്ങ് കൊണ്ടുവന്ന സാധനം? അത് എടുക്കാൻ പറ്റിയതായിട്ട് തോന്നുക വെച്ചാൽ വെറുതെ പറയണതല്ലേ ചേട്ടാ. പോയി ആ സാധനം ഇവിടെ എടുക്കണതിന് ഒരു വിരോധമില്ല. മെഴുക്ക് വരട്ടിക്ക് ഫസ്റ്റാ സാധനം. അതെയോ? അപ്പോൾ അന്തർജനം പറഞ്ഞു, ഞാനത് ഇവിടെ പറ്റില്ല എന്ന് തോന്നി, ഞാനത് മുറ്റത്തേക്ക് വലിച്ചെറിഞ്ഞു. അപ്പം പാക്കനാരെന്ന് പറഞ്ഞു, ഇപ്പം പോയി നോക്കൂ, അതെന്താണെന്ന് അപ്പം മനസ്സിലാവും എന്ന് പറഞ്ഞു. എല്ലാവരും നിർബന്ധിച്ചു, പോയി നോക്കാമെന്ന്. അവിടെ ചെന്നപ്പോൾ എന്നിട്ട് മതി ഊണ്, ആ വസ്തു കൊണ്ട് ഉണ്ടാക്കിയ മെഴുക്ക് വരട്ടിയും കൂടി വന്നിട്ട് ഉണ്ടാ മതി എന്നെല്ലാവരും അങ്ങോട്ട് തീരുമാനിച്ച്. നങ്ങേലി അന്തർജനം മുമ്പേ മറ്റുള്ളവരൊക്കെ പുറകെ ആയിട്ട് ആ ഇലക്കഷ്ണത്തിൽ പാക്കനാർ കൊണ്ടുവന്ന് വച്ച വിഭവം അത് വലിച്ചെറിഞ്ഞ സ്ഥലത്ത് ചെന്നു. അവിടെ ചെന്നപ്പോൾ എന്താ, ആ തൈമാവിൻ്റെ ചോട്ടിൽ എന്തോ ഒരു വള്ളിപ്പടർപ്പം പൊട്ടി മുളച്ച് വന്ന് ആ മാവിൽ മുഴുവൻ പടർന്ന് നടന്നിട്ട് അതും അങ്ങനെ ഒരു കൂട്ടം കായുണ്ടായി തൂങ്ങിക്കിടക്കണം. അത് പൂത്തും കാച്ചും കിടക്കുകയാണ്. അങ്ങനെ ആ കായ ഇതെന്തൊരു കായ, അത് ഓരോരുത്തരും ചെന്ന് പിടിച്ചു നോക്കി. അപ്പം പശുവിൻ്റെ മുലയുടെ അതേ ആകൃതിയിലുള്ള കായ്കൾ ഇങ്ങനെ ഉണ്ടായി കിടക്കുക. നമ്മളിപ്പോഴും കാണുന്നത് ആ കായ അതേ ആകൃതിയിൽ തന്നെയാണ്, നിറം പച്ചയാണെന്ന് മാത്രം, പഴുത്ത മാറും നിറം. എന്താണെന്നറിയാമോ ആ കായയാണ് ഗോവിൻ്റെ കായ എന്നുള്ള അർത്ഥത്തിൽ ഗോവയ്ക്ക. ഇതെന്താ പാക്കനാരെ ഈ കായ എന്ന് ചോദിച്ചു. അപ്പോൾ അത് ഗോവയ്ക്കയോ? പശുവിൻ്റെ മുല ഞാൻ അവിടെ വെച്ചു, അത് മുളച്ചു, ഇടയ്ക്ക് അതങ്ങോട്ട് വലിച്ചു വീക്കി, അത് മുളച്ചൊരു ചെടിയായി വന്ന് കായ്കളുണ്ടായി. ഇതിൻ്റെ പേരാണ് ഗോവയ്ക്കയോ? ഇതിപ്പോൾ എങ്ങനെ കോവയ്ക്കാക്കാം. അങ്ങനെ ഗോവയ്ക്ക പറഞ്ഞാണ് കോവയ്ക്കായത്. ഇന്നും അന്തർജനങ്ങൾക്കെന്നല്ല എല്ലാ കൂട്ടർക്കും ശ്രാദ്ധത്തിന് മെഴുക്ക് പുരട്ടിക്ക് പ്രധാനമായ ഒരു വസ്തുവാണ് കോവയ്ക്ക. നമ്മളറിയണ കോവയ്ക്ക എന്ന് പറയണം. എല്ലാവർക്കും ഓർമ്മയിലുണ്ടാവുമല്ലോ, വിരലിൻ്റെ പോലെ നീളത്തിൽ പശുവിൻ്റെ ഒരു മുലയുടെ ആകൃതിയിലുള്ള പച്ച നിറത്തിലുള്ള ആ ചെടിയാണ് ഗോവയ്ക്ക. അതാണ് നമ്മൾ കോവയ്ക്കയായി മാറിയിട്ടുള്ളത്. ശ്രാദ്ധത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവവുമായി മാറി പാക്കനാരുടെ ഗോവയ്ക്ക.
മനസ്സിലായല്ലോ. ഉടൻ തന്നെ പറിച്ചു, എല്ലാവരും കൂടി ഗോവയ്ക്ക പറിച്ചു, പെട്ടെന്ന് അങ്ങോട്ട് അരിഞ്ഞു, മെഴുക്ക് പുരട്ടി ഉണ്ടാക്കി. ജ്യേഷ്ഠാനുജന്മാർ 10 പേരും അങ്ങോട്ട് ഇരുന്നു, ഗോവയ്ക്ക മെഴുക്ക് പുരട്ടിയും കൂടി വിളമ്പി സുഖമായിട്ട് ഊണും കഴിച്ചു. എല്ലാവരും അതാത് വഴിക്ക് പോയി. അടുത്ത വർഷം കാണാം പോവുകയും ചെയ്തു. ഇത് പാക്കനാരുടെ ഒരു സിദ്ധിവിശേഷത്തെ പറ്റി പറയുകയാണ് കേട്ടോ ഞാൻ. പറഞ്ഞ പാക്കനാരുടെ ഒരു പ്രത്യേകത, അദ്ദേഹത്തിൻ്റെ ഒരു സിദ്ധി, അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക കഴിവ്, അതാണ് അതുവഴി ഉണ്ടായ ഒരു പച്ചക്കറി ഇനമാണ് ഗോവയ്ക്ക. ശ്രാദ്ധത്തിന് നിർബന്ധമായി നാം ഉപയോഗിക്കുന്ന ഗോവയ്ക്ക എന്ന കോവയ്ക്ക. ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. എല്ലാവർക്കും ഈ കഥ കേട്ടിട്ടില്ലാത്തവർക്കൊരു പുതുമയുണ്ടല്ലോ. കേട്ടിട്ടുള്ളൊരു ഒന്നുകൂടി കേട്ടു വെച്ചിട്ട് ഒന്നുമില്ലാതെ ഇറക്കണം. എല്ലാവർക്കും നന്ദി.